നമ്മളും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, ഫൈറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യുകയും ചെയ്യുന്നത്. നമ്മളെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. നമസ്കാരം വടകര. നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ അറിവുകളെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കായികമായിട്ടുള്ള അറിവുകളും. അപ്പൊ നമ്മൾ ഇന്നുള്ളത് സാമ ഫൈറ്റ് ക്ലബ്ബിലാണ്. ഇവർക്ക് തന്നെ ബാംഗ്ലൂരും വടകരയിലും ഓർക്കാട്രിയിലും ബ്രാഞ്ചസ് ഉണ്ട്. ഇവിടെ ഇപ്പൊ നോക്കിയ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഒരുപാട് കുട്ടികൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കായികമായുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ മൈൻഡ് പവറിനെയും സ്ട്രെങ്തിനെയും വളരെ യൂസ്ഫുൾ ആണ്. കുറെ സ്കൂളുകളിൽ നല്ലോണം കരാട്ടെ ആയിക്കോട്ടെ മറ്റു മാർഷൽ ആർട്സുകളായിക്കോട്ടെ കളിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് അവർ വീക്കായി പോകാം. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഫസ്റ്റ് വരുന്ന 25 കുട്ടികളില്ല. ആ 25 കുട്ടികൾക്ക് എന്ത് ചെയ്യണം, 50% അഡ്മിഷൻ ഫീസ് കുറവും. അതേപോലെ തന്നെ അതിന് ശേഷം വരുന്ന 25 കുട്ടികൾക്ക് 30% ഓഫും കൊടുക്കുന്നുണ്ട്. അത് സാധാരണ ഒരൊറ്റ ദിവസമാണ് കൊടുക്കല്. അതിൽ നിന്നുപരി എന്ന് വെച്ചാൽ ഏപ്രിൽ 2, 3, 4 തീയതികളിൽ 3 ദിവസവും 5:30 തൊട്ടിട്ട് 8:30 വരെ നമ്മൾ ഇവിടെ ഉണ്ടാവും. ടൈമിൽ എപ്പം വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് അഡ്മിഷൻ കൊടുക്കും. ഇപ്പോഴത്തെ പുതിയ തലമുറ കൂടുതലായിട്ടും മൊബൈൽ അഡിക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഡ്രഗ്സ് അഡിക്റ്റ് ആണ്. ഇതെന്ന് വെച്ചാൽ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവുള്ളതുകൊണ്ടാണ്. അപ്പൊ ഇപ്പം ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകുതി പൈസ അല്ലേ, പകുതി പൈസയില് എന്ത് ചെയ്യാ, നിങ്ങളുടെ കുട്ടികളെ വന്ന് ചേർക്കാം. ഇവിടെ ഹെൽത്ത് നോക്കാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ശരിക്കും നമ്മുടെ നാട്ടിലാണ് ഇതിനൊന്നും വലിയൊരു സപ്പോർട്ട് കിട്ടാത്തത്. അതുകൊണ്ട് തന്നെ നമ്മളെ വളർന്നു വരുന്ന കുട്ടികൾ അതിനുള്ള നെഗറ്റീവ് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളോ നിങ്ങളെ കുട്ടികൾക്കോ അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഇവരുടെ ഓർക്കാട്രി ബ്രാഞ്ചിലാണ്. ലൊക്കേഷൻ വരുന്നത് നമ്മൾ ഓർക്കാട്രി ജീപ്പ് സ്റ്റാൻഡിന്റെ ഉള്ളിലായിട്ടാണ്.